ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ MCQ പ്രാക്ടീസിൻ്റെ സെക്ഷൻ എ പ്രാക്ടീസിൻ്റെ തേർഡ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ 74 ക്വസ്റ്റ്യൻ നമ്പർ ടിൽ 74 വരെ ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 75 ചെയ്യാൻ പോവാണ്. ഓക്കെ, വായിക്കാം നമുക്ക്. ഇവിടെ ഇഫ് മൈൽ കമ്പനി മാച്ചസ് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ, അതായത് ആ കമ്പനിയുടെ മൈൽ കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ആരുമായിട്ട് മാച്ച് ചെയ്യാണ്? ഇൻഡസ്ട്രി ആയിട്ട് മാച്ച് ചെയ്യാണ്. ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ കൂടിയതാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ? ഇൻവെന്ററി ഡേയ്സ്, റിസീവബിളിന്റെ ഡേയ്സ്, പേയബിളിന്റെ ഡേയ്സ്. ഈ ഡേയ്സ് എല്ലാം കൂടെ കൂടിയതാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. അപ്പൊ മൈൽ കമ്പനിക്ക് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഉണ്ടായിരിക്കും. അതിന് ഇൻഡസ്ട്രിയുടെ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഉണ്ടല്ലോ. ഇൻഡസ്ട്രി ആവറേജിൽ റിസീവബിൾ ഡേയ്സ് എത്രയാ, ഇൻവെന്ററി ഡേയ്സ് എത്രയാ, പേബിൾ ഡേയ്സ് എത്രയാന്ന് പറയുന്ന അതുമായിട്ട് മാച്ച് ചെയ്യാണ്. ഓക്കെ, അതുമായിട്ട് മാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ടിൽ ഉണ്ടാവുന്ന ഡിക്രീസ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് മൈൽ കമ്പനിയെ കുറിച്ച് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. മൈൽ കമ്പനി ഈസ് ലുക്കിംഗ് ടു ചേഞ്ച് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ പോളിസി. അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ പോളിസി ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് നോക്കുവാണ്. എങ്ങനെയാ? ഇൻഡസ്ട്രി ആയിട്ട് നോക്കുകയാണ്. അപ്പൊ അവർക്ക് ഇപ്പോൾ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ പോളിസി ഉണ്ടായിരിക്കും. ഇത്ര ദിവസം ഇൻവെന്ററി ഹോൾഡ് ചെയ്യുന്നു, ഇത്രയാണ് റിസീവബിൾ കളക്ഷൻ പീരീഡ്, എത്രയാണ് അവർ അവൈൽ ചെയ്യുന്ന പേബിൾസ് പേയ്മെന്റ് പീരീഡ്. അത് ഇൻഡസ്ട്രി ആയിട്ട് മാച്ച് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. ഇൻഡസ്ട്രി ആയിട്ട് മാച്ച് ചെയ്യുകയാണെങ്കിലുള്ള എഫക്ട് എന്താണ്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ എന്ത് എഫക്ട് വരുന്നതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ദ ഫോളോയിങ് റിസൾട്ട് ആർ എക്സ്പെക്ടഡ് ഫോർ ദ കമ്മിങ് ഇയറിൽ ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട്. മൈൽ കമ്പനിയുടെ റിസൾട്ട് ആണ് റവന്യൂ, കോസ്റ്റ് ഓഫ് സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ് എന്നിട്ടുണ്ട്. റവന്യൂ ആൻഡ് കോസ്റ്റ് ഓഫ് സെയിൽസ് ഒക്കെ ത്രൂ ഔട്ട് ദി ഇയറിൽ ഈവൻലി ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, അത് കോൺസ്റ്റന്റ് ആയിട്ടാണ് ഉണ്ടാവുന്നത്, പറഞ്ഞിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോസ് ഓഫ് മൈൽ കമ്പനിയുടെ റിസീവബിൾ ഡേയ്സ്, ഇൻവെന്ററി ഡേയ്സ്, പേയബിൾ ഡേയ്സ് തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇൻഡസ്ട്രിയുടെയും തന്നിട്ടുണ്ട്. മൈൽ കമ്പനിയുടെയും തന്നിട്ടുണ്ട്, ഇൻഡസ്ട്രിയുടെയും തന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ കറന്റ് ഉള്ളത്. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഇതിലേക്ക് മാറാനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഓരോ പീരീഡ് തന്നാലും റിസീവബിളിന്റെ ഡേയ്സ് തന്നു കഴിഞ്ഞാൽ റിസീവബിൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇൻവെന്ററിയുടെ ഡേയ്സ് തന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ഇൻവെന്ററി കണ്ടുപിടിക്കാം. പേയബിളിന്റെ ഡേയ്സ് വെച്ചിട്ട് പേയബിൾസ് കണ്ടുപിടിക്കാം. അത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. എങ്ങനെ? എന്തൊക്കെയാണ് റിസീവബിൾസ്? അതായത് ആവറേജ് റിസീവബിൾസ് എമൗണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഡേയ്സ്, നമ്മുടെ എക്സിസ്റ്റിംഗ് ഡേയ്സ് ഇൻഡസ്ട്രിയുടെ ഡേയ്സിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഇൻവെസ്റ്റ്മെന്റിൽ എന്ത് മാറ്റം വരുന്നതാണ്. അപ്പൊ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കാണാൻ വേണ്ടിയിട്ട് റിസീവബിളിന്റെ ബാലൻസ്, ഇൻവെന്ററിയുടെ ബാലൻസ് ആൻഡ് പേയബിളിന്റെ ബാലൻസ് എടുത്തിട്ടാണ് നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് കാണാം. ഓക്കെ, അപ്പൊ ആവറേജ് റിസീവബിൾസ് കിട്ടണം, ആവറേജ് ഇൻവെന്ററി നമുക്ക് വേണം, ആൻഡ് ഓൾസോ ആവറേജ് പേയബിൾസ് വേണം. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് പറയും? കറന്റ്ലി ഉള്ള സിറ്റുവേഷൻ. ഓക്കെ, ഇനി അടുത്തത് ചേഞ്ചിങ് ടു ഇൻഡസ്ട്രി പീരിയഡ്. ഇൻഡസ്ട്രീന്റെ പീരിയഡ്സ് ഇല്ലേ, അതിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോഴുള്ള സിറ്റുവേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? ക്രെഡിറ്റ് സെയിൽസ് എടുത്തിട്ട്, ഇവിടെ സെയിൽസ് എത്രയാ? 20,500. ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു കറന്റ് റിസീവബിൾ ഡേയ്സ് ഡിവൈഡ് ബൈ എത്ര ഡേയ്സ് എന്ന് അസ്യൂംഷൻ ഉണ്ടോ? അസംഷൻ 365 ഡേയ്സ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കണേ. നിങ്ങൾ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ എടുക്കുന്ന സമയത്ത് 365 എടുക്കണോ 360 എടുക്കണോ എന്ന് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് റെഫർ ചെയ്ത് അതിൽ അസംഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് എടുക്കേണ്ടത്. പല ക്വസ്റ്റ്യനിലും 360 ഡേയ്സ് അസ്യൂം ചെയ്യാൻ പറയാറുണ്ട്. ഓക്കെ, 360 ഡേയ്സ്, 365 ആണ് ഇവിടെ അസംഷൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ 365 ഇതിവിടെ റിസീവബിൾ ഡേയ്സ് ആണ് എടുക്കേണ്ടത്. എത്രയാണ് റിസീവബിൾ ഡേയ്സ്? മൈൽ കമ്പനിയുടെ റിസീവബിൾ ഡേയ്സ് എത്രയാ? ഇതിപ്പോ നമ്മൾ കറണ്ട് ആണല്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 50 ആണ്. ഓക്കെ, 50 എടുക്കാം. 50/365 അതിന് ആൻസർ കണ്ടുപിടിക്കാം. എത്രയാ? 20,500 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 365. ദാറ്റ് ഈസ് 2808. 2808. ഇനി ആവറേജ് ഇൻവെന്ററി എന്താണ്? ആവറേജ് ഇൻവെന്ററി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇൻവെന്ററിക്ക് ക്രെഡിറ്റ് സെയിൽ അല്ല എടുക്കേണ്ടത്, കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് എടുക്കേണ്ടത്. കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാ? 12,800. കോസ്റ്റ് ഓഫ് സെയിൽസ് 12,800 ഇൻറ്റു
എത്രയാണ് ഇൻവെന്ററി ഡേയ്സ്? നമ്മുടെ കറണ്ട് ഇൻവെന്ററി ഡേയ്സ് എത്രയാ? ഇതിപ്പോൾ കറണ്ട് ആണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് കറണ്ട് ഡേയ്സ് എടുക്കുന്നത്, മൈൽ കമ്പനിയുടെ കറണ്ട് ഡേയ്സ് എടുക്കുന്നത്. ഇനി നമ്മൾ ഇൻഡസ്ട്രി ആവറേജിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഡേയ്സ് എടുത്തിട്ടും ഈ വാല്യൂസ് കണ്ടുപിടിക്കും. എന്നിട്ട് അതിന്റെ ഡിഫറൻസ് ആണ് എടുക്കുക. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് 12800 ഇൻറ്റു 45/365, that is, the answer is 1578. Okay, payables is equal to, that is, purchase ആണ് എടുക്കേണ്ടത്. ഇവിടെ പർച്ചേസ് തന്നിട്ടില്ല, അപ്പൊ കോസ്റ്റ് ഓഫ് സെയിൽസ് എടുക്കുന്നു. ഇൻറ്റു പേബിൾ ഡേയ്സ് എത്രയാ? 40. ഓക്കെ, 40 ഡിവൈഡഡ് ബൈ 365. ഓക്കെ, ഈ 45 മാറ്റി 40 ആക്കുന്നു. എത്രയാ? 1402.7. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുകയാണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുകയാണ് എങ്ങനെയാ? ഇൻവെന്ററി പ്ലസ് റിസീവബിൾസ് മൈനസ് പേയബിൾസ്. ഓക്കെ, എത്ര വരും? 2983. ഓക്കെ, ദിസ് ഇസ്. ഇനി നമ്മളോട് ചോദിക്കുന്ന എന്താ? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് എഫക്ട് ഉണ്ടാവുന്നില്ലേ? വാട്ട് വിൽ ബി ദ ഡിക്രീസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വെൻ വി ആർ ഇൻട്രൊഡ്യൂസിംഗ്, വെൻ വി ആർ മാച്ചിങ് ഇറ്റ് വിത്ത് ഇൻഡസ്ട്രി ഡേയ്സ്. ഈ ഇൻഡസ്ട്രിന്റെ ഡേയ്സ്, ഈ 50 എന്നുള്ളത് 42 ആക്കുന്നു, 45 ഉള്ളത് 35 ആക്കുന്നു, 40 ഉള്ളത് 35 ആക്കുന്നു. ഓക്കെ, അപ്പൊ അതിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ വരുന്നു 20,500 ഇൻറ്റു 50 എന്നുള്ള എത്രയിലേക്ക് ആക്കുന്നത്? 42 ഡേയ്സിലേക്കാ. ഓക്കെ, 42 ഡിവൈഡഡ് ബൈ 365. ഇവിടെ 12,800 എന്നുള്ളത് ഡേയ്സ് മാത്രമാണ് മാറ്റണം. 35 ഡിവൈഡഡ് ബൈ 365. ഇവിടെയും 12,800 എന്നുള്ളത് 35 ഡിവൈഡഡ് ബൈ 365. ഇതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? 20,500 ഇൻറ്റു 42 ഡിവൈഡഡ് ബൈ 365, ദാറ്റ് ഈസ് 2358.9, ദാറ്റ് ഈസ് 59. ഇനി 12,800 ഇൻറ്റു 35 divided by 365, that is 1227.4. അടുത്തതും സെയിം ഡേയ്സ് തന്നെ ആയതുകൊണ്ട് സെയിം ആൻസർ തന്നെ ആയിരിക്കും. 1227.4, ദാറ്റ് ഇസ് മൈനസ്. അപ്പൊ ഇതിന് ആൻസർ വരുന്നത് എന്തായിരിക്കും? 2359 തന്നെ ആയിരിക്കും ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഡിക്രീസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ? വാട്ട് ഈസ് ദ ഡിക്രീസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ? Decrease in net working capital is equal to, decrease in net working capital is equal to, what is 2983 minus 2359, that is 624,000. Okay, 624,000. ഓക്കെ, നമ്മുടെ എല്ലാ ഫിഗേഴ്സും തൗസൻഡ്സിലായിരുന്നു. നമ്മുടെ സെയിൽസ് ഒക്കെ തൗസൻഡ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്താണ്. അപ്പൊ ആൻസർ വരുന്നത് 624,000. ഏതായിരുന്നു നമ്മുടെ നിയറസ്റ്റ് വരുന്നത്? ഓപ്ഷൻ എ, 624,600. സോ അവർ ആൻസർ ഇസ് 624,600. നമ്മൾ ഫുൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫുള്ളിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, തൗസൻഡ്സ് റൗണ്ട് ഓഫ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് കിട്ടുകയും. ഓക്കെ, ബട്ട് എന്നാലും നമുക്ക് നിയറസ്റ്റ് അതന്നെ വരുള്ളൂ. നമുക്ക് ഇനി എങ്ങനെ റൗണ്ട് ഓഫ് ചെയ്താലും അതിനോട് മാച്ച് ചെയ്യുന്ന ഓപ്ഷനായിട്ട് എ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 75. ഓക്കെ, ഇനി അടുത്ത് 76. സ്വാപ്പ് കമ്പനി is due to receive, they are receiving goods costing 2,500. അവർക്ക് ഗുഡ്സ് റിസീവ് ചെയ്യാനുണ്ട്, ഗുഡ്സ് അവർക്ക് റിസീവ് ചെയ്യാനുണ്ട്. എന്താ? സപ്ലയർ അടുത്തുനിന്ന് ഗുഡ്സ് വാങ്ങിച്ചു, അത് തരാനുണ്ട്. അപ്പൊ സപ്ലയർ, നമ്മുടെ കമ്പനി, സ്വാപ്പ് കമ്പനി ആൻഡ് സപ്ലയർ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണ് കേട്ടോ. പർച്ചേസ് ആണ്. ദ ടേംസ് ഓഫ് ട്രേഡ്, നമ്മളും സപ്ലയറും തമ്മിലുള്ള ടേംസ് ഓഫ് ട്രേഡ് പറയുന്നത് പേയ്മെന്റ് 3 months ആണ്. പേയ്മെന്റ് 3 months ആണ്. അപ്പൊ പേയബിൾസ് പീരീഡ് എത്രയാ? പേയബിൾസ് പീരീഡ്, നോർമൽ പേയബിൾസ് പീരീഡ് 3 months ആണ്. നോർമൽ പേയബിൾസ് പീരീഡ് 3 months ആണ്. ഹൗവർ എ ഡിസ്കൗണ്ട് ഓഫ് 1.5, ഒരു 1.5% ഡിസ്കൗണ്ട് കിട്ടും. എപ്പോ? പേയ്മെന്റ് വിത്തിൻ 1 month. ഇപ്പൊ 1 month പേയ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെറ്റിൽമെന്റ് ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്. 1 month പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ക്രെഡിറ്റ് പീരീഡ് അവൈലബിൾ ആയിട്ടുള്ള, പേയബിളിന്റെ നോർമൽ പീരീഡ് അവൈലബിൾ ആയിട്ടുള്ളത് 3 months ആണ്. ബട്ട് 1 month കൊടുക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോ പേയബിൾസ് അവൈൽ ചെയ്യുകയാണെങ്കിൽ വി നീഡ് ടു റെഫ്യൂസ് ദ ഡിസ്കൗണ്ട്, കോസ്റ്റ് ഓഫ് റെഫ്യൂസിങ് ദ ഡിസ്കൗണ്ട്. അപ്പൊ നമ്മൾ പേയബിൾസ് അവൈൽ ചെയ്യുമ്പോൾ കോസ്റ്റ് വരും. ഇവിടെ ആ 3 മാസത്തെ പേയബിൾ നമ്മൾ അവൈൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, 3 മാസത്തെ പേയബിൾ നമ്മൾ അവൈൽ ചെയ്യുകയാണെങ്കിൽ വി നീഡ് ടു റെഫ്യൂസ് ദിസ് ഡിസ്കൗണ്ട്. ആ ഡിസ്കൗണ്ട് റെഫ്യൂസ് ചെയ്യുന്നത് നമുക്കൊരു കോസ്റ്റ് ആണ്. അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ
ആനുവൽ പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓഫ് ഇഗ്നോറിംഗ് ദ ഡിസ്കൗണ്ട്, അതായത് കോസ്റ്റ് ഓഫ് റെഫ്യൂസിംഗ് ദ ഡിസ്കൗണ്ട് ആൻഡ് പേയിങ് വിത്തിൻ 3 months. അതായത് നമ്മൾ 3 മാസത്തെ ക്രെഡിറ്റ് എടുക്കുവാണെങ്കിൽ, സ്റ്റാൻഡേർഡ് പ്രകാരം പറഞ്ഞ 3 മാസത്തെ ക്രെഡിറ്റ് ഇല്ലേ, ആ 3 മാസത്തെ ക്രെഡിറ്റ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കൗണ്ട് റെഫ്യൂസ് ചെയ്യണം. ആ ഡിസ്കൗണ്ട് റെഫ്യൂസ് ചെയ്യുന്നതിന്റെ കോസ്റ്റ് ആനുവൽ പെർസെൻറ്റേജ് ആക്കാനാ പറഞ്ഞത്. അപ്പൊ ഡിസ്കൗണ്ടിന് ആനുവൽ പെർസെൻറ്റേജ് ആക്കുക എന്നുള്ളത് മാത്രമാണ് റിക്വയർമെന്റ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1 പ്ലസ് ഡിസ്കൗണ്ട് എത്രയാ? 1.5 ആണ് ഡിസ്കൗണ്ട്. ബാക്കി കിട്ടുന്ന എത്രയായിരിക്കും? 98.5 ബ്രാക്കറ്റ് ക്ലോസ്. ഇതെന്താണ്? എത്ര മാസം ഏർലിയർ ആണ് ഈ പൈസ കിട്ടുന്നത് സപ്ലയർക്ക്? സ്റ്റാൻഡേർഡ് 3 മാസം, 1 മാസം കൊണ്ട് സെറ്റിൽ ചെയ്യുമ്പോഴാണ് ഡിസ്കൗണ്ട്. അതായത് 2 മാസം മുന്നെയാണ് പൈസ കിട്ടുന്നത്. 2 മാസം മുന്നെയാണ്, 2 months മുന്നെയാണ് പൈസ കിട്ടുന്നത്. അപ്പൊ 2 monthsലേക്ക് ഇൻട്രസ്റ്റ് റേറ്റിന് ആനുവൽ റേറ്റ് ആക്കുകയാണ്. റൈസ് ടു 12 divided by 2. ഡേയ്സ് അല്ല, അതുകൊണ്ടാണ് മന്ത്സിന്റെ അടുത്ത് 12 divided by 2 minus 1. ഓക്കെ, ഇതിന് ആനുവൽ റേറ്റ് ആക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും. ബ്രാക്കറ്റ് 1 പ്ലസ് വീണ്ടും ബ്രാക്കറ്റ് 1.5 divided by 98.5 ബ്രാക്കറ്റ് ക്ലോസ് റൈസ് ടു 12 divided by 2 minus 1. That is, answer is 9.49%. 9.49%. So the answer is option D, 9.49%. അപ്പൊ ഇവിടെ എന്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ? ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്ത് മാത്രമേ ഉള്ളൂ? നമ്മളോട് ഈ ഒരു ആനുവൽ പെർസെൻറ്റേജ് മാത്രമാണ് ചോദിച്ചത്. അതിന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി 77 നമുക്ക് നോക്കാം. 77 നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? 2 into CO into D divided by CH root. Okay, that will optimize the business inventory cost. Nearest 10 units ലേക്ക് ആക്കണം. Okay, will incurs cost 65 time it place an order with raw material supply. ഓരോ തവണ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴും $65 ആകും. That is CO. It orders 3 lakh units each year. That is annual demand D. Cost of holding 1 unit. Cost of holding 1 unit for a month. Cost of holding 1 unit. CH ആണത്. For a month. ഒരു മാസത്തേക്ക് എന്നാ പറഞ്ഞത്. 2.5 എന്ന് പറയുന്നത് ഒരു മാസത്തെ CH ആ. അപ്പൊ CH എന്താണ്? CH എന്ന് പറയുന്നത് 2.5 ആണോ? CHന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കിക്കേ. CH is കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് 1 യൂണിറ്റ് ഫോർ 1 year എന്നാ. ഒരു വർഷത്തേക്ക് ഒരു യൂണിറ്റ് ഹോൾഡ് ചെയ്യാനാ. അപ്പൊ ഇതൊരു വർഷത്തേക്ക് ആക്കണ്ടേ? ഇതൊരു മാസത്തേക്കുള്ള CH ആ. അതിനൊരു വർഷത്തേക്ക് ആക്കാൻ into 12 ചെയ്യണം. into 12 ചെയ്യുന്നത് എന്തിനാ? CH is കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് 1 യൂണിറ്റ് ഫോർ 1 year ആ. ഇത് CH ഫോർ 1 month ആ തന്നിട്ടുള്ളത്. അതിനെ ഒരു വർഷത്തേക്ക് ആക്കാൻ into 12 ചെയ്യണം. 2.5 into 12 ചെയ്യുമ്പോൾ 30 വരും. 2.5 into 12 വരുമ്പോൾ 30 വരും. ഓക്കെ, ഇനി അടുത്തത് ബഫർ ഇൻവെന്ററി ഉണ്ട്. എത്രയാ ബഫർ ഇൻവെന്ററി? 25,000 ഉണ്ട്. ബട്ട് അത് ഇവിടെ നമുക്ക് ആവശ്യമുണ്ടോ? നമുക്ക് EOQ അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. EOQ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 into CO 65 into ആനുവൽ ഡിമാൻഡ് 3 lakh divided by CH 30. അപ്പോൾ ചെയ്യുന്ന സമയത്ത് the answer is root of 2 into 65 into 3 lakh divided by 30 bracket close. എത്ര വരുന്നത്? 1140 units. 1140 units. That's the EOQ for this question. ഈ ക്വസ്റ്റ്യന്റെ EOQ ഇതാണ്. ഓക്കെ, ഇറ്റ്സ് എ സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 77 കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 78. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം. Which two of the following statements are true? ശരിയായിട്ടുള്ള ഏതാണ്? About cash management models. നമ്മൾ cash management models പഠിച്ചിട്ടുണ്ട്. ബോമോൾസ് മോഡലും മില്ലർ-ഓർ മോഡലും. അതിനെ റിലേറ്റ് ചെയ്തിട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ശരിയായ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, ദ ബോമോൾസ് മോഡൽ ഇസ് മോർ സ്യൂട്ടബിൾ. നമ്മുടെ ബോമോൾസ് മോഡൽ ഇല്ലേ, ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റിൽ എല്ലാം നമ്മൾ ക്യാഷ് ഹോൾഡ് ചെയ്ത് വെച്ചൊക്കെയാണ്. അവിടെ നിന്ന് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ തവണയും ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എത്രയാണ്? ഓക്കെ, അവിടെ നമ്മുടെ ഒരു മെയിൻ അസംഷൻ ആണ് നമ്മുടെ ക്യാഷ് ഫ്ലോസ് ഒക്കെ സ്റ്റഡി ആണ്. നമ്മുടെ ക്യാഷിന്റെ ഡിമാൻഡ് ഒക്കെ കോൺസ്റ്റന്റ് ആണ്, ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ്, ഒരുപോലെ ആയിരിക്കും വരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ക്യാഷിന്റെ ആവശ്യം
കോൺസ്റ്റന്റ് ആണെന്നാണ് അസംഷൻ. അതായത് അത് വേരിയബിൾ ആവില്ല, കൂടുതൽ വരില്ല, കുറവ് വരില്ല, അങ്ങനത്തെ ഒരു അസംഷൻ ആണ് ബോമോൾസ് മോഡൽ ഉള്ളത്. ബോമോൾസ് മോഡലിന്റെ അസംഷൻ തന്നെയാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ക്യാഷ് ഫ്ലോസ് വെരി കോൺസ്റ്റന്റ് ആണ്, വെരി സ്റ്റഡി ആണ്, ആൻഡ് ഓൾസോ പ്രെഡിക്റ്റബിൾ ആണെങ്കിൽ അവിടെ നമുക്ക് ഏത് മോഡൽ യൂസ് ചെയ്യാം? ബോമോൾസ് മോഡൽ യൂസ് ചെയ്യാം. ബോമോൾസ് മോഡലിന്റെ ഒരു അസംഷൻ ആണ്. ആ അസംഷൻ ഓക്കെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ബോമോൾസ് മോഡൽ സ്യൂട്ടബിൾ ആണെന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. ഓക്കെ, എ കറക്റ്റ് ആണ്. 2 സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുണ്ട്. അപ്പൊ തെറ്റായിട്ടുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ട് ഒഴിവാക്കും, എന്നിട്ട് ശരിയായിട്ടുള്ള 2 സെലക്ട് ചെയ്യും. Both models assume that cash is either held in current account or in long-term investment. ഈ 2 മോഡലിലും ഒന്നെങ്കിൽ കറണ്ട് അക്കൗണ്ടിലാണ് അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് ആണെന്നാണ്. അങ്ങനെയാണോ? അങ്ങനെയല്ല. ഈ ബോത്ത് മോഡൽസിലും പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ക്യാഷ് ഇവിടെ കീപ്പ് ചെയ്യും, അല്ലാത്ത ക്യാഷ് നമ്മൾ എങ്ങനെയാ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സിലാണ് കീപ്പ് ചെയ്യുന്നത്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സിലാണ് കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, ഇനി മില്ലർ ഓർ മോഡലില് അപ്പർ ലിമിറ്റ് ഇവിടെ കറണ്ട് അക്കൗണ്ട്, നമ്മൾ ക്യാഷിൽ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കമ്പനിയിൽ സ്പെൻഡ് ചെയ്യാനുള്ള ക്യാഷ് കറണ്ട് അക്കൗണ്ടിലാണ് കീപ്പ് ചെയ്യുക. ആ കറണ്ട് അക്കൗണ്ടിലെ ക്യാഷിന്റെ അപ്പർ ലിമിറ്റ് ഉണ്ടല്ലോ, ആ അപ്പർ ലിമിറ്റ് മാനേജ്മെന്റ് സെറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയല്ല, അപ്പർ ലിമിറ്റ് അല്ല സെറ്റ് ചെയ്യുന്നത്, ലോവർ ലിമിറ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തെറ്റായിട്ട് പറഞ്ഞത് കൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, അടുത്തത്, ബോത്ത് മോഡൽസ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഓഫ് സ്വിച്ചിങ് ബിറ്റ്വീൻ കറണ്ട് അക്കൗണ്ട് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും കറണ്ട് അക്കൗണ്ടിലേക്ക് ക്യാഷ് സ്വിച്ച് ചെയ്യാനുള്ള ട്രാൻസാക്ഷൻ കോസ്റ്റ് ബോത്ത് മെത്തേഡ്സിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. യെസ്, വി ആർ യൂസിങ് ബോമോൾസ് മോഡൽ ഇക്വേഷനിൽ നമ്മൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഓൾസോ മില്ലർ ഓർ മോഡലിന്റെ സ്പ്രെഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതും ശരിയായ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മുടെ ആൻസർ ആയി എ ആൻഡ് ഡി ആണ് നമ്മുടെ ആൻസർ. ഇനി ഈ വായിക്കാം. മില്ലർ ഓർ മോഡലിന്റെ എയിം എന്ന് പറയുന്നത് ക്യാഷ് ബാലൻസ് റിട്ടേൺ പോയിന്റിനോട് ക്ലോസർ ആയിട്ട് വെക്കാനാണ്. എല്ലാ സമയത്തും റിട്ടേൺ പോയിന്റിനോട് ക്ലോസർ ആയി വെക്കാനാണ്. അങ്ങനെയാണോ? എപ്പോഴും റിട്ടേൺ പോയിന്റിനോട്, ഈ ലോവർ ലിമിറ്റ് ആണെങ്കിൽ റിട്ടേൺ പോയിന്റ് ഹയർ ലിമിറ്റ് ആണെങ്കിൽ എപ്പോഴും ഈ റിട്ടേൺ പോയിന്റിനോട് ക്ലോസർ ആയിട്ട് വെക്കാനാണോ? അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ക്യാഷ് ലെവൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് കൊടുക്കും. ഇതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ ഒന്നും ചെയ്യില്ല. ഇത് എപ്പോഴാണോ അപ്പർ ലിമിറ്റ് റീച്ച് ചെയ്യുന്നത് അപ്പോൾ റിട്ടേൺ പോയിന്റിലേക്ക് എത്തും. ഇതിങ്ങനെ ആയിട്ട് ലോവർ ലിമിറ്റ് എപ്പോഴാണ് റീച്ച് ചെയ്യുന്നത് അപ്പോൾ റിട്ടേൺ പോയിന്റിലേക്ക് എത്തിക്കും. അങ്ങനെയാ. ഇത് എപ്പോഴും റിട്ടേൺ പോയിന്റിൽ തന്നെ എത്തിക്കണം എന്നല്ല, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും റീച്ച് ചെയ്താൽ മാത്രം റിട്ടേൺ പോയിന്റിലേക്ക് എത്തിക്കുക എന്നാണ്. അല്ലാതെ എയിം ഒരിക്കലും റിട്ടേൺ പോയിന്റിനോട് ക്ലോസർ ആക്കി വെക്കണം എന്നുള്ളതല്ല. ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. So the correct answer for 78, question number 78 is A and D. A and D. Okay, clear അല്ലേ? Good. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. യു ഹാവ് ദ ഫ്ലെക്സിബിലിറ്റി ടു പോസ് ആൻഡ് ടേക്ക് റെസ്റ്റ്, ആൻഡ് നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക, എന്നിട്ട് മാത്രം കാണുക. അങ്ങനെയൊക്കെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ വീഡിയോ കാണേണ്ടത്. ഓക്കെ, ഐ എം റിമൈൻഡിങ് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 79. Question number 79. Calculate to nearest 1000 the spread. നമ്മുടെ സ്പ്രെഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് between upper and lower limit that should be set for the current account using Miller or model, cash management model. നമ്മളോട് സ്പ്രെഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സ്പ്രെഡിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? സ്പ്രെഡ് is equal to 3 multiplied by 3/4 into transaction cost into variance of daily cash flows divided by interest rate per day all raised to 1/3. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കേണ്ടതാണ്. സ്പ്രെഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ ഈ ക്വസ്റ്റ്യനിൽ ഇതെല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെ വേണം? ട്രാൻസാക്ഷൻ കോസ്റ്റ് വേണം, വേരിയൻസ് ഓഫ് ഡെയിലി ക്യാഷ് ഫ്ലോസ് വേണം, ഇൻട്രസ്റ്റ് റേറ്റ് പെർ ഡേ വേണം. ഇത് 3 മതി, ബാക്കിയൊക്കെ ഫിഗേഴ്സാ, ബാക്കിയൊക്കെ നമ്പേഴ്സാ. ഓക്കെ, നമുക്ക് നോക്കാം. എ കമ്പനി ഹാസ് എറാറ്റിക് ഡെയിലി ക്യാഷ് മൂവ്മെന്റ്സ്. ഡെയിലി ക്യാഷ് മൂവ്മെന്റ്സ് വളരെയധികം വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിട്ടുള്ളത് 3000 പെർ ഡേ. ഒരു ദിവസത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് എന്താ വേണ്ടത്? ഡെയിലി ക്യാഷ് ഫ്ലോസിന്റെ വേരിയൻസ് ആണ് വേണ്ടത്. ഇപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിട്ടുള്ളത്. എന്താ തന്നിട്ടുള്ളത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്ന് കണ്ടോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ്. വേരിയൻസിന്റെ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമുക്ക് എന്താ തന്നിട്ടുള്ളത്?
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിട്ടുള്ളത്. 3000 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വേരിയൻസ് കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യും? ഈ റൂട്ടിനപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വേരിയൻസ് കിട്ടും. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3000ന്റെ സ്ക്വയർ ആണ് വേരിയൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷനിലെ 3 ഇൻറ്റു 3/4 ഇൻറ്റു ഈ വേരിയൻസ് എന്താണ്? 3000 സ്ക്വയർ ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി ട്രാൻസാക്ഷൻ കോസ്റ്റ് വേണം. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുത്തു, എന്നിട്ട് നമ്മൾ വേരിയൻസ് കണ്ടുപിടിച്ചു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുത്തിട്ട് സ്ക്വയർ ചെയ്താൽ മതി. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ ചെയ്താൽ വേരിയൻസ് കിട്ടും. ഓക്കെ, ഇനി ഇറ്റ് കോസ്റ്റ് 25 to move cash between current account and short term deposit. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് നിന്ന് കറണ്ട് അക്കൗണ്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസാക്ഷൻ കോസ്റ്റ് 25 ആണ്. അപ്പൊ ട്രാൻസാക്ഷൻ കോസ്റ്റ് കിട്ടി 25 ആണെന്ന്. ഓക്കെ, പിന്നെ എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് 7.3 ആണ് പെർ ഇയർ. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 7.3 ആണ്. 365 ഡേയ്സ് ആണ്. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് പെർ ഇയർ ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്നതോ ഇൻട്രസ്റ്റ് റേറ്റ് 7.3%, 0.073 എന്ന് പറയുന്നത് പെർ ഇയർ ആണ്. അതിനെ പെർ ഡേ ആക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ബൈ 365 ചെയ്യണം. ഓക്കെ, 0.073 ഡിവൈഡഡ് ബൈ 365 ചെയ്യണം. അപ്പൊ എത്രയാ? 2% വരും. 2% വരും. 2 അല്ല, 0.0002 വരും. 0.0002 പെർ ഡേ. അതാണ് ഡിനോമിനേറ്ററിൽ വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാം കിട്ടി. 3/4 ഇൻറ്റു ട്രാൻസാക്ഷൻ കോസ്റ്റ് 25 ഇൻറ്റു 3000ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് പെർ ഡേ, ദാറ്റ് ഈസ് 0.0002 റൈസ് ടു 1/3. ഇത് നിങ്ങൾക്ക് ഒറ്റ കാൽക്കുലേഷനിൽ ചെയ്യാൻ വേണ്ടി പറ്റണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബ്രാക്കറ്റ്സ് ഇടുന്നത് ശ്രദ്ധിച്ചോളൂ. 3 മൾട്ടിപ്ലൈഡ് ബൈ ബ്രാക്കറ്റ് ന്യൂമറേറ്ററിൽ ഒരു 3/4 ഇൻറ്റു 25 ഇൻറ്റു 3000 സ്ക്വയർ ഡിവൈഡഡ് ബൈ 0.0002 ബ്രാക്കറ്റ് ക്ലോസ് raised to 1 divided by 3. Okay, this is the answer, that is 28,348. that is നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ പറയാനാ പറഞ്ഞത്? നിയറസ്റ്റ് തൗസൻഡ്സിലേക്ക് പറയാനാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ആൻസർ വിൽ ബി 28,000. അപ്പൊ നിങ്ങൾ ആൻസർ അത് എഴുതണേ. അത് എഴുതിയാൽ മാത്രമേ മാർക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങളോട് ഇങ്ങനെ തൗസൻഡ്സിലേക്ക് പറഞ്ഞ് നിങ്ങൾ 28,348 എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. അത് 28,000 എന്ന് പറഞ്ഞിട്ട് ആ പ്രോപ്പർ റൗണ്ടിങ് ഓഫിൽ ചെയ്യണം. 28,300 ആയതുകൊണ്ടാണ് അത് താഴേക്ക് റൗണ്ട് ചെയ്തത്. 500 അല്ലെങ്കിൽ 500ന്റെ മുകളിലാണെങ്കിൽ നമ്മൾ മുകളിലേക്ക് റൗണ്ട് ചെയ്യും. ഓക്കെ, അതാണ് റൂള്. അപ്പൊ അങ്ങനെ നമ്മൾ 79 ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 79 ചെയ്തു. ഇനി നമ്മൾ ഏതാ ചെയ്യാൻ പോകുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 80 ചെയ്യാൻ പോവാണ്. കാൽക്കുലേറ്റ് ടു ദ നിയറസ്റ്റ് $100,000. നമ്മുടെ $100,000 1 lakhലേക്ക് നിയറസ്റ്റ് ആയിട്ട് ചെയ്യാനാ പറഞ്ഞത്. ദ ന്യൂ ആന്റിസിപ്പേറ്റഡ് റിസീവബിൾ ബാലൻസ്. നമ്മുടെ റിസീവബിൾ ബാലൻസ് എന്താണെന്നാണ് പറഞ്ഞത്. ഇഫ് 60% of the customers take up the offer of discount and ബാക്കിയൊക്കെ എന്താണ് 75 ഡേയ്സിൽ. ഓക്കെ, അപ്പൊ 60% ആൾക്കാർ ഡിസ്കൗണ്ട് എടുക്കും, ബാക്കിയുള്ള ആൾക്കാർ 75 ഡേയ്സിലായിരിക്കും തരാം. ഓക്കെ, നമ്മുടെ early settlement ഡിസ്കൗണ്ടിലെ കേസാണ്. നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സെക്ഷൻസിലൊക്കെ. പറ, എ കമ്പനി ഹാസ് സെയിൽസ് റവന്യൂ ഓഫ് 30 million. എത്രയാണ് സെയിൽസ് റവന്യൂ? സെയിൽസ് റവന്യൂ ഇസ് 30 million. കസ്റ്റമേഴ്സ് ടേക്ക് ആൻ ആവറേജ് 75 ഡേയ്സ്. ഇപ്പൊ കസ്റ്റമേഴ്സ് എടുക്കുന്നത് 75 ദിവസമാണ്. 75 ദിവസമാണ് റിസീവബിൾ സെറ്റിൽ ചെയ്യാൻ എടുക്കുന്നത് കസ്റ്റമേഴ്സ്. കമ്പനി ഒരു 1% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ആർക്ക്? 30 ഡേയ്സിൽ പേ ചെയ്യുന്ന ആൾക്കാർക്ക്. 30 ഡേയ്സിൽ പേ ചെയ്യുന്ന ആൾക്കാർക്ക് 1% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. 30 ഡേയ്സിൽ പേ ചെയ്യുന്ന ആൾക്കാർക്ക് 1% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അതാണ് കമ്പനി കൊടുക്കുന്ന ഡിസ്കൗണ്ട്. 1% ഡിസ്കൗണ്ട് ഹൂ pays in 30 days. ഓക്കെ, അപ്പോ അതില് 60% ആൾക്കാർ ഡിസ്കൗണ്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ന്യൂ റിസീവബിൾ ഡേയ്സ് എന്താ? ന്യൂ റിസീവബിൾ ഡേയ്സ് എത്രയാ? റിസീവബിൾ ഡേയ്സ് എന്ന് പറയുന്നത് എല്ലാവരും ഡിസ്കൗണ്ട് എടുക്കുന്നുണ്ടോ? എല്ലാവരും ഡിസ്കൗണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ 30 ദിവസമാണ്. എല്ലാവരും ഡിസ്കൗണ്ട് എടുക്കുന്നില്ല. 30 ദിവസത്തിൽ തരുന്ന എത്ര ആൾക്കാരുണ്ട്?
60% ആൾക്കാർ 30 തരുന്നുണ്ട്. ബാക്കിയുള്ള 40% ആൾക്കാർ നോർമൽ 75 ദിവസം തന്നെ എടുക്കുന്നതാണ്. അപ്പൊ 75 ദിവസം. അപ്പൊ ഈ ഡിസ്കൗണ്ട് ഓഫർ ചെയ്തപ്പോ 60% ആൾക്കാർ ഡിസ്കൗണ്ട് എടുത്തു, അതായത് 30 ദിവസം കൊണ്ട് തന്നു. ബാക്കി 40% ആൾക്കാർ നോർമലി 75 ദിവസം കൊണ്ട് തന്നെയാണ് തരുന്നത്. That means receivable days is equal to average receivable days is equal to ഈ ഒരു ഡിസ്കൗണ്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ average receivable days is equal to 30 into 60% plus 75 into 40%. That is 48 days. 48 days. അതായത് മുന്നേ ഉള്ള നമ്മളോട് എന്താ ചോദിക്കുന്നത്? ന്യൂ റിസീവബിൾ ആ ചോദിക്കുന്നത്. പുതിയ റിസീവബിൾ എന്താണെന്നാണ്. ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പുതിയ റിസീവബിൾ എന്താ? പുതിയ റിസീവബിൾ ഡേയ്സ് എന്താണ്? 48 ഡേയ്സ്. റിസീവബിൾ ഡേയ്സ് 48 ഡേയ്സ് ആണെങ്കിൽ റിസീവബിൾ എങ്ങനെ കണ്ടുപിടിക്കും? സെയിൽസ് റവന്യൂ ഉണ്ടല്ലോ, ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടല്ലോ. ആ 30 മില്യൺ ഇങ്ങോട്ട് എടുക്കുക. 30 മില്യൺ എടുത്തിട്ട് 48 ഡിവൈഡഡ് ബൈ എത്ര ഡേയ്സാ നോക്കണം. ഡേയ്സ് എഴുതുമ്പോൾ അപ്പം ക്വസ്റ്റ്യൻ നോക്കണം. ഒരു വർഷത്തെ ഡേയ്സ് എഴുതുമ്പോൾ അപ്പം ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അസംഷൻ ഉണ്ടോ നോക്കണം. അല്ലാതെ നമ്മൾ 365 എടുത്തു കഴിഞ്ഞാൽ തെറ്റിപ്പോവും. ഇവിടെ 360 ആണ് എടുക്കേണ്ടത്. 360 ആണ് എടുക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടി? 30 million into 48 divided by 360, that is 4 million. That is 4 million. That is, the answer is 4 million. Okay. So here the receivables. Okay. What is the receivables? എന്താണ് നമ്മുടെ പുതിയ റിസീവബിൾസ് എന്നാണ്. ഇപ്പൊ കറന്റ് ഉള്ള റിസീവബിൾ എത്രയായിരിക്കും? അതാണ് ചോദിച്ചതെങ്കിലോ. കറന്റ് റിസീവബിൾസ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും ആവറേജ് തന്ന എത്രയാ? 75 ദിവസം കൊണ്ടല്ലേ. അതിന് ആൻസർ എങ്ങനെ ആയിരിക്കും കണ്ടുപിടിക്കുക? 30 into 75 divided by 360 എന്നായിരിക്കും. ദാറ്റ് ഈസ് ദ കറന്റ് റിസീവബിൾസ്. നമ്മുടെ പുതിയ റിസീവബിൾസ് ചോദിക്കുന്നത്. പുതിയ റിസീവബിൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? റിസീവബിൾ ഡേയ്സ് മാറൂലേ? ഈ ഡിസ്കൗണ്ട് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ 75 ദിവസം കൊണ്ട് കളക്ട് ചെയ്യുന്ന റിസീവബിൾ ഡേയ്സ് മാറും. ദാറ്റ് ഈസ് 60% ആൾക്കാർ 30 ദിവസം കൊണ്ട് തരുന്നുണ്ട്, 40% ആൾക്കാർ 75 ദിവസം കൊണ്ട്. അപ്പൊ ആവറേജ് എടുക്കുന്ന സമയത്ത് 48 ദിവസം കൊണ്ട് കിട്ടും. അപ്പൊ 48 ദിവസത്തെ റിസീവബിൾസ് ഉണ്ടാവുള്ളൂ. ആ റിസീവബിൾസ് ആണ് നമ്മൾ ചോദിച്ചത്. ദാറ്റ് ഈസ് 4 മില്യൺ എന്നോ. ഓക്കെ, 4 മില്യൺ. ദിസ് ഇസ് ദ ആൻസർ ഫോർ ക്വസ്റ്റ്യൻ 80. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? ക്വസ്റ്റ്യൻ നമ്പർ 81 ചെയ്യാൻ പോവാണ്. ഇത് 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എല്ലാവരും ഇത് പൗസ് ചെയ്തിട്ട് വായിക്കണേ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പറയാണ്, എ കൺസർവേറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പോളിസി. എന്തായിരുന്നു വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പോളിസി? നമ്മൾ എത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? റിസ്ക് എടുക്കാത്ത ആൾ എന്താ ചെയ്യുക? ഒരു കൺസർവേറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പോളിസി ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് കൂട്ടുക ചെയ്യാം. റിസ്ക് എടുക്കാൻ വേണ്ടി കുറെ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ അതാ പറയുന്നത്, ഈ കൺസർവേറ്റീവ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പോളിസി എന്ന് പറയുന്നത് എന്താണെന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. നമുക്ക് ശരിയായിട്ടുള്ള എന്താണെന്ന് അറിയാം. ഈ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും പറ്റണം. വിച്ച് ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഹയർ പ്രൊപ്പോർഷൻ ഓഫ് പെർമനന്റ് കറന്റ് അസറ്റ് ടു ഫ്ലക്ച്വേറ്റിംഗ് കറന്റ് അസറ്റ്. ഫ്ലക്ച്വേറ്റിംഗ് കറന്റ് അസറ്റിനേക്കാൾ കൂടുതൽ പെർമനന്റ് കറന്റ് അസറ്റ് ആണ്. ഇവർ തമ്മിലുള്ള എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആണോ, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള പ്രൊപ്പോർഷനെ കുറിച്ചാണോ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പോളിസിയിൽ പറയുന്നത്? അല്ല. വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പോളിസി എന്ന് പറയുന്നത് ഇൻവെന്ററി എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു, റിസീവബിൾസിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതായത് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പോളിസി എന്ന് പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ ആണ് പറയുന്നത്. സോ ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ഫോൾസ്. അടുത്ത്, ലോങ് ടേം ഫൈനാൻസ് ഇസ് ജനറലി ചീപ്പർ ദാൻ ഷോർട്ട് ടേം ഫൈനാൻസ്. ഷോർട്ട് ടേം ഫൈനാൻസിനേക്കാൾ കോസ്റ്റ് കുറവാണ് ലോങ് ടേം ഫൈനാൻസിന്. അങ്ങനെയാണോ? നേരെ തിരിച്ചാ. ലോങ് ടേം ഫൈനാൻസസ് കോസ്റ്റ്ലിയർ, എക്സ്പെൻസീവ് ദാൻ ഷോർട്ട് ടേം ഫൈനാൻസ് എന്നാണ്. ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ ആൻസർ ഫോർ 81. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 82 ഇതാണ്. Which of the following statements is consistent with an aggressive working capital funding policy? നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ടിങ് പോളിസിയിലെ അഗ്രസീവ് ഉണ്ടല്ലോ. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ടിങ് പോളിസി? വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ടിങ് പോളിസി എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് അസറ്റിനെ എങ്ങനെ ഫൈനാൻസ് ചെയ്യുന്നു? ലോങ് ടേം യൂസ് ചെയ്യുന്നു, ഒരുപാട് ലോങ് ടേം യൂസ് ചെയ്യുന്നു, ഒരുപാട് ഷോർട്ട് ടേം യൂസ് ചെയ്യുന്നു. ഒരുപാട് ലോങ് ടേം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ, റീഫൈനാൻസ് റിസ്ക് കുറയ്ക്കുകയാണ്. ലോങ് ടേം ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ റീഫൈനാൻസ് റിസ്ക് കുറയ്ക്കുകയാണ്, ബട്ട് കോസ്റ്റ് കുറച്ച് കൂടും. അത് കൺസർവേറ്റീവ് ആണ്. ഇനി അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് ഷോർട്ട് ടേം യൂസ് ചെയ്യുമ്പോൾ അഗ്രസീവ്. ഓക്കെ,
ഇവിടെ അഗ്രസീവാ പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്താണ് അഗ്രസീവ് എന്ന് പറയുമ്പോൾ മോർ ഷോർട്ട് ടേം യൂസ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. മോർ ഷോർട്ട് ടേം യൂസ് ചെയ്യുന്നു. അതുമായിട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് പറയുന്നത്. മോസ്റ്റ് കറണ്ട് അസെറ്റ്സ് ആർ ഫൈനാൻസ്ഡ് വിത്ത് ലോങ് ടേം ഫണ്ടിങ്. കറണ്ട് അസെറ്റിന്റെ ഒരുപാട് കറണ്ട് അസെറ്റ് ലോങ് ടേം ഫണ്ടിങ് യൂസ് ചെയ്യുന്നു റാദർ ദാൻ ഷോർട്ട് ടേം ഫണ്ടിങ്. അങ്ങനെയാണോ? അല്ല, നമ്മൾ മോർ ഷോർട്ട് ടേം യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് തെറ്റാ. ഇതെന്താ പറയുന്നത്? അഗ്രസീവ് അല്ല, കൺസർവേറ്റീവ് പോളിസിനെയാണെന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റ്. അടുത്ത് മോസ്റ്റ് കറണ്ട് അസെറ്റ് ആർ ഫണ്ടഡ് വിത്ത് ഡെപ്റ്റ് റാദർ ദാൻ ഇക്വിറ്റി. കറണ്ട് അസെറ്റ് ഒക്കെ ഡെപ്റ്റ് ആണ് വെച്ചിട്ടാണ് ഫൈനാൻസ് ചെയ്യുന്നത്. അങ്ങനെയല്ല പറയുന്നത്. ഷോർട്ട് ടേം ലോങ് ടേം എന്നുള്ളതാണ് ഫണ്ടിങ് പോളിസിയിൽ നമ്മൾ പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഓക്കെ, ഇനി അടുത്തത് മോസ്റ്റ് കറണ്ട് അസെറ്റ്സ് ആർ ഫൈനാൻസ്ഡ് വിത്ത് ഷോർട്ട് ടേം. കറണ്ട് അസെറ്റിലെ ഒരുപാട് കറണ്ട് അസെറ്റ് ഷോർട്ട് ടേം ആയി യൂസ് ചെയ്യുന്നത്, ബാക്കിയാണ് ലോങ് ടേം. അത് തന്നെയാണ് അഗ്രസീവ് പോളിസി പറയുന്നത്. അഗ്രസീവ് പോളിസിയിൽ മോർ ഷോർട്ട് ടേം യൂസ് ചെയ്യുന്നു, കറണ്ട് അസെറ്റിലെ മോർ ഷോർട്ട് ടേം യൂസ് ചെയ്യുന്നു. അത് തന്നെയാണ് ഓപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഓപ്ഷൻ സിയും പറയുന്നു. ദാറ്റ്സ് കറക്റ്റ് ആൻസർ. ഇനി മോസ്റ്റ് കറണ്ട് അസെറ്റ് ആർ ഫണ്ടഡ് ബൈ സെക്യൂർഡ് ഫണ്ടിങ് എനാബിൾഡ് ഫൈനാൻഷ്യൽ മാനേജർ ടു ഫോക്കസ് ഓൺ മാനേജിങ് ദ വർക്കിംഗ് ക്യാപിറ്റൽ ബാലൻസസ്. അങ്ങനെ ഒന്നല്ല എന്ത് ഈ ഒരു ഫണ്ടിങ് പോളിസി എന്ന് പറയുന്നത്. അപ്പൊ അതും തെറ്റാണ്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ളതൊക്കെ ഇങ്ങനെ ഒഴിവാക്കി വരുമ്പോഴേ നമുക്ക് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഓക്കെ, അങ്ങനത്തെ കുറെ ട്രിക്സ് ഉണ്ട് നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ 82 കഴിഞ്ഞു. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 83ലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 83 2 companies Acacia and Birch A, B എന്ന് പറയാം have the following average levels of working capital. വർക്കിംഗ് ക്യാപിറ്റലിന്റെ ആവറേജ് ലെവലാണ് പറഞ്ഞത്. വർക്കിംഗ് ക്യാപിറ്റലിന്റെ ആവറേജ് അല്ല, മാക്സിമം ആൻഡ് മിനിമംസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മില്യൺസ് ആണ്. അക്കേഷ്യയിൽ 10 മില്യൺ ആണ് മാക്സിമം വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടത്. മാക്സിമം വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടത് 10 ആണ്. മിനിമം വേണ്ടത് 6 ആണ്. മിനിമം എന്തായാലും എപ്പോഴും മിനിമം എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴും വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് 6 വേണം. എപ്പോഴും വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് 6 വേണം. ഇതാണ് പെർമനന്റ്. ദിസ് ഇസ് പെർമനന്റ് പാർട്ട്. വർക്കിംഗ് ക്യാപിറ്റലിന്റെ പെർമനന്റ് പാർട്ടാണ്. വർക്കിംഗ് ക്യാപിറ്റലിന്റെ പെർമനന്റ് പാർട്ടാണ് ഇത്. ഇവിടുത്തെ ഫ്ലക്ച്വേറ്റിംഗ് എത്രയായിരിക്കും? ഒരു മിനിമം വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സിൽ അല്ലെങ്കിൽ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ്മെന്റ്സിൽ ഒരു മിനിമം വാല്യൂ പറയുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും വേണമെന്നാണ്. അത് പെർമനന്റ് പാർട്ടാണ്. അതിന്റെ എബവ് ഉള്ളതാണ് ഫ്ലക്ച്വേറ്റിംഗ്. അപ്പൊ 10 ആണോ ഫ്ലക്ച്വേറ്റിംഗ്? 10 അല്ല ഫ്ലക്ച്വേറ്റിംഗ്. 10 എന്ന് പറയുന്നത് മാക്സിമം ആണ്. 10ലെ 6 എന്താണ്? പെർമനന്റ്. അപ്പൊ അതിന്റെ ഡിഫറൻസ് ആയിട്ടുള്ള 4 ആണ് ഇവിടുത്തെ ഫ്ലക്ച്വേറ്റിംഗ്. ഇവിടുത്തെ പെർമനന്റ് എന്താ? 9 പെർമനന്റ്. ബേർച്ചിന്റെ കേസിൽ 9 എന്താണ്? പെർമനന്റ് ആണ്. ഇതിന്റെ ഡിഫറൻസ് ആയിട്ടുള്ള 3 ആണ് എന്ത്? ഫ്ലക്ച്വേറ്റിംഗ് വരുന്നത്. 3 ആണ് എന്ത്? ഫ്ലക്ച്വേറ്റിംഗ് വരുന്നത്. ഇത് മനസ്സിലാക്കുക. 9 പെർമനന്റ്, 3 ഫ്ലക്ച്വേറ്റിംഗ്. ഇവിടെ 6 പെർമനന്റ്, 4 ഫ്ലക്ച്വേറ്റിംഗ്. അങ്ങനെ ജസ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെ മിനിമം മാക്സിമം വന്നു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, ഇനി അക്കേഷ്യാസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഫൈനാൻസ്ഡ് വിത്ത്. ഇത് അക്കേഷ്യന്റെ വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസ് ചെയ്യുന്ന 4 മില്യൺ ലോങ് ടേം വെച്ചിട്ടാണ്. അതായത് എന്റെ വർക്കിംഗ് ക്യാപിറ്റലില് അതില് 4 മില്യൺ ലോങ് ടേം വെച്ചിട്ടാണ്. ഓക്കെ, ഇനി ബേർച്ചിന്റെ വർക്കിംഗ് ക്യാപിറ്റലോ 9 മില്യൺ ലോങ് ടേം വെച്ചിട്ടാണ്. അപ്പൊ ബേർച്ചിന്റെ കേസിൽ നോക്കുമ്പോൾ 9 മില്യണ് ലോങ് ടേം എന്ന്. ഓക്കെ, സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് വരേണ്ടത്? പെർമനന്റ് കറണ്ട് അസറ്റ് ഇല്ലേ? പെർമനന്റ് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലോങ് ടേമിലേക്കുള്ള കറണ്ട് അസറ്റാ. അതിനെ ലോങ് ടേം വെച്ച് ആണ് നോക്കേണ്ടത്. ഇവിടെ എന്താ? പെർമനന്റ് കറണ്ട് അസറ്റ് പോലും ഇതിൽ തികയില്ല. ഇവിടെ നോക്ക്, 4 മില്യൺ അല്ലേ ലോങ് ടേം. അതിൽ നോക്ക്, പെർമനന്റിനെ പോലും തികയുന്നില്ല. ഓക്കെ, എങ്ങനെയാ വരുന്നത്? ലോങ് ടേം എടുക്കുന്ന എന്തിനാ? പെർമനന്റ് പോലും ലോങ് ടേം അല്ല. പെർമനന്റ് 6 ഉണ്ട്, ബട്ട് എന്താണ്? 4 മില്യൺ. പെർമനന്റ് 6 മില്യൺ ഉണ്ട്, ബട്ട് 4 മില്യൺ മാത്രമേ പെർമനന്റ് 6 മില്യൺ ഉണ്ട്, ബട്ട് അതിലെ 4 മില്യൺ മാത്രമേ ലോങ് ടേം യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി പെർമനന്റിലെ 2ഉം. ഓക്കെ, ഇവിടെ എന്താണ്? അക്കേഷ്യന്റെ കേസിലും എന്റെ കേസില് എന്താണ്? 4 മില്യൺ ലോങ് ടേം. അതായത് ടോട്ടൽ 6 മില്യൺ എന്തുണ്ട്? പെർമനന്റ് ഉണ്ട്. ബാക്കി 4 മില്യൺ ആണ് ഫ്ലക്ച്വേറ്റിംഗ് ഉള്ളത്. കറണ്ട് അസറ്റ്, പെർമനന്റ് കറണ്ട് അസറ്റ് ഉണ്ട്. ബാക്കിയാണ് ഫ്ലക്ച്വേറ്റിംഗ്
കറണ്ട് അസറ്റ് ഉള്ളത്. ഓക്കെ, സത്യം പറഞ്ഞാൽ പെർമനന്റിനെങ്കിലും എന്താണ് ലോങ് ടേം ആക്കണേന്ന്. അപ്പൊ എങ്ങനെയാ 4 million ലോങ് ടേം, അതായത് പെർമനന്റിന്റെ 4 million ലോങ് ടേം. അപ്പൊ പെർമനന്റിന്റെ ഒരു 2 million ഫ്ലക്ച്വേറ്റിംഗും, പെർമനന്റിലെ 2 million ഫ്ലക്ച്വേറ്റിംഗ് 4 million, പെർമനന്റ് 2 million ഫ്ലക്ച്വേറ്റിംഗിന്റെ 4 million, ഇത് രണ്ടും എങ്ങനെയായിരിക്കും നമ്മൾ ഫൈനാൻസ് ചെയ്തിട്ടുണ്ടാവുക? ഷോർട്ട് ടേം എന്നായിരിക്കും ആര് അക്കേഷ്യ ഫൈനാൻസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇവിടെ കൂടുതൽ ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ? ഇവിടെ പെർമനന്റ് പോലും ഷോർട്ട് ടേമിലേക്ക് വരികയാണ്. പെർമനന്റ് വരെ ഷോർട്ട് ടേമിൽ വെച്ചിട്ട് ഫൈനാൻസ് ചെയ്തേക്കുക, പെർമനന്റ് കറണ്ട് അസറ്റ് വരെ ഷോർട്ട് ടേം വെച്ചിട്ട് ഫൈനാൻസ് ചെയ്തേക്കുക. ഇവിടുത്തെ ഫൈനാൻസിങ് പോളിസി ഏതായിരിക്കും? ഇവിടുത്തെ ഫൈനാൻസിങ് പോളിസി എന്ന് പറയുന്നത് കൂടുതൽ ഷോർട്ട് ടേം യൂസ് ചെയ്യുന്നത് ഏതാണ്? അഗ്രസീവ് ആണ്. കൂടുതൽ ഷോർട്ട് ടേം യൂസ് ചെയ്യുന്നത് അഗ്രസീവ് ആണ്. ഇത് അക്കാഡിന്റെ കേസിലാണ്. ഇനി ബേർച്ചിന്റെ കേസിൽ എങ്ങനെയാ? ബേർച്ചിന്റെ കേസിൽ 12 and 9 ആണ്. 12 and 9 മീൻസ് 9 million ആണ് പെർമനന്റ് കറണ്ട് അസറ്റ്. ബാക്കി വരുന്ന 9 ഉം 12 തമ്മിലുള്ള ഡിഫറൻസ് ഫ്ലക്ച്വേറ്റിംഗ് എത്രയാ? 3 ആണ് ഫ്ലക്ച്വേറ്റിംഗ്. 3 million ആണ് ഫ്ലക്ച്വേറ്റിംഗ് കറണ്ട് അസറ്റ്. ഇവരുടെ ഫൈനാൻസ് എങ്ങനെയാ പറഞ്ഞത്? ഇവരുടെ ഫൈനാൻസ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. ബേർച്ചിന്റെ കേസിൽ വർക്കിംഗ് ക്യാപിറ്റലിൽ 9 million ലോങ് ടേം വെച്ചിട്ടാണ് ഫൈനാൻസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ലോങ് ടേം എത്രയാ? ഇതില് 9 million ലോങ് ടേം. ദാറ്റ് മീൻസ് അവരുടെ പെർമനന്റ് കംപ്ലീറ്റ്ലി ഫുൾ പെർമനന്റ് ലോങ് ടേം വെച്ചിട്ടാ. അപ്പൊ ബാക്കി ഫ്ലക്ച്വേറ്റിംഗ് കംപ്ലീറ്റ്ലി എന്ത് വെച്ചിട്ടായിരിക്കും? ഷോർട്ട് ടേം വെച്ചിട്ടായിരിക്കും. ഇത് ഏത് പോളിസിയാ? നമ്മള് കൺസർവേറ്റീവ് പഠിച്ചിട്ടുണ്ട്, അഗ്രസീവ് പഠിച്ചിട്ടുണ്ട്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പെർമനന്റിനെ ലോങ് ടേമും ഫ്ലക്ച്വേറ്റിങ്ങിനെ ഷോർട്ട് ടേം എന്ന് പറഞ്ഞിട്ട് മാച്ച് ചെയ്യുന്ന ഒരു പോളിസി പഠിച്ചിട്ടുണ്ട്. ഇത് മാച്ചിങ് പോളിസിയാണ്. ഇത് മാച്ചിങ് പോളിസിയാണ്. സോ എൻ്റെത് അഗ്രസീവ് പോളിസി, ബിൻ്റെത് മാച്ചിങ് പോളിസി. അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ് ലോങ് ടേം എത്ര യൂസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ബാലൻസ് നമ്മൾ ഷോർട്ട് ടേം എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കേഷ്യന്റെ പോളിസി ഏതാ? അക്കേഷ്യ അഗ്രസീവ് ആണ്, ബേർച്ച് മാച്ചിങ് പോളിസിയാണ്. ഇതാണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 82ന്റെ ആൻസർ ഇങ്ങനെയാണ് വരുന്നത്. 82 അല്ല 83. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? 84ലേക്ക് കിടക്കാം. 84ലേക്ക് കിടക്കാം. ഓക്കെ, 84. Which of the following statements is or are true? ഓക്കെ, അത് നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയാം. അഗ്രസീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ടിങ് പോളിസി. അഗ്രസീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ടിങ് പോളിസി. വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ട് ചെയ്യുന്ന പോളിസി ഉണ്ടല്ലോ, അതിലെ അഗ്രസീവ് മീൻസ് എന്താണ്? ഫണ്ട് ചെയ്യുമ്പോൾ അഗ്രസീവ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് ലോങ് ടേം യൂസ് ചെയ്യുമ്പോൾ കൺസർവേറ്റീവ്, ഒരുപാട് ഷോർട്ട് ടേം യൂസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്താ? മോർ ഷോർട്ട് ടേം യൂസ് ചെയ്യാണ്. മോർ ഷോർട്ട് ടേം യൂസ് ചെയ്യുന്നതാണ് അഗ്രസീവ്. implies lower value of current asset and higher value of current liability than a conservative working capital fund. ഇതെന്താ പറയുന്നത്? ഫണ്ടിങ് പോളിസി എന്ന് പറഞ്ഞിട്ട് കറണ്ട് അസറ്റ് കുറവ്, കറണ്ട് ലൈബിലിറ്റി കൂടുതൽ എന്ന് പറയുന്നത് എന്താണത്? ഇതൊന്നുമില്ല. അതും ഫൈനാൻസിങ് പോളിസി ആയിട്ട് ഒരു മാച്ചിങ്, ഒരു കണക്ഷനും ഇല്ല. അപ്പൊ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ്. ഓക്കെ, ഫസ്റ്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുക തെറ്റാണെന്ന്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി രണ്ടാമത്തെ പറയുന്നത് ലോങ് ടേം ഡെപ്റ്റ് ഫൈനാൻസ് ഇസ് റിസ്കിയർ ടു ദ ലെൻഡർ. ലെൻഡർ എന്ന് പറഞ്ഞാൽ ആരാ? ഈ ലോങ് ടേമിന്റെ ഫൈനാൻസ് എടുക്കുന്ന ആളാണോ കൊടുക്കുന്ന ആളാണോ? ലെൻഡ് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ആൾ. ഈ ലോങ് ടേമിന്റെ ലോങ് ടേം ഫൈനാൻസ് കൊടുക്കുന്ന ആളില്ലേ, ലോങ് ടേം ഫൈനാൻസ് കൊടുക്കുന്ന ആളെന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഒരാൾക്ക് ഒരുപാട് വർഷത്തേക്കാണ് കടം കൊടുക്കുന്നത്. അപ്പൊ ഒരുപാട് വർഷത്തേക്ക് കടം കൊടുക്കുക എന്ന് പറയുമ്പോൾ, ഒരുപാട് ടേമിലേക്ക് കടം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് റിസ്കിയർ അല്ലേ? അത് റിസ്കിയർ ആണ്. ലോങ് ടേമിലേക്ക് ഫണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് റിസ്കിയർ ആണ്. ലോങ് ടേമിലേക്ക് ഫണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് റിസ്കിയർ ആണ് എന്നാണ് പറയുന്നത്. ദാൻ ഷോർട്ട് ടേം ഡെപ്റ്റ് ഫൈനാൻസ്. ഷോർട്ട് ടേമിലേക്ക് ഫണ്ട് കൊടുക്കുമ്പോൾ, ഷോർട്ട് ടേമിലേക്കല്ലേ, അപ്പൊ അതിനേക്കാൾ റിസ്ക് കൂടുതലാണ് ലോങ് ടേമിലേക്ക് ഫണ്ട് കൊടുക്കുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. അപ്പൊ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ ഇൻ ദിസ് വീഡിയോ നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യാം. ഓക്കെ, ഓക്കെ ഗൈസ്.